നിന്റെ പ്ലാൻ എന്താ? നാളെ ഒരു ഫ്രണ്ടായിട്ട് നിന്ന് നീ അവളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പോവാ? ഇനി അതല്ല പറ്റൂ. ഞങ്ങൾ പണ്ടേ തൊട്ടേ പറഞ്ഞതല്ലേ. അപ്പോൾ കാര്യങ്ങൾ പിന്നെ പറയാമെന്ന് പറഞ്ഞ് വഷളാക്കിയ നീ ഒരാളാ. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല. എടാ, നീ പോയി അവളോട് പറ. ഞാൻ ഒരുപാട് ലേറ്റായി പോയടാ. എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നീ ഇപ്പോൾ തന്നെ പോയിട്ട് അവളോട് പറ. അറ്റ്ലീസ്റ്റ് നാളെ നിനക്ക് അവളോട് കൺഫേസ് ചെയ്ത് എന്നൊരു സമാധാനം എങ്കിലും കിട്ടുമല്ലോ. ഈ രാത്രിയിൽ, അത് നാളെ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മുറിയിലോട്ടാണോ നീ ഇവനെ പറഞ്ഞു വിടുന്നത്? മച്ചാ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. അറ്റ്ലീസ്റ്റ് നിനക്ക് ഒരു സമാധാനമെങ്കിലും കിട്ടും. അവിടെ നോ പറഞ്ഞാൽ പോലും നീ നാളെ കൺഫേസ് ചെയ്ത് എന്നുള്ളൊരു സമാധാനം നിനക്ക് കിട്ടും. ഒരിക്കലും നമ്മുടെ ഫീലിങ്സും നമ്മൾ ഇഷ്ടപ്പെട്ട ആളറിയാതെ പോകുന്നില്ലല്ലോ. അതെ, അതാണ് ശരി. നീ അവളോട് പറയണം. ഇനി ലേറ്റ് ആക്കാൻ പാടില്ല. ഇപ്പം നോ ആണെങ്കിലും അത് സാരമില്ല. രസമാണെങ്കിൽ നിങ്ങൾ വിളിച്ചോടെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ രസമാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ചിട്ടായാലും കല്യാണം നടത്തിക്കും. ആരെയും വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതി ഞാൻ ഒന്നും അടുത്തും പറയാനുള്ളൂ. പക്ഷെ എത്ര നാളിങ്ങനെ കൊണ്ട് നടക്കും? എൻ്റെ നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക. നാണെങ്കിൽ മറ്റൊരാൾക്ക് എന്നെ കൊണ്ട് അത് പറ്റത്തില്ല കണ്ടിരിക്കാൻ. അതുകൊണ്ട് അവരടുത്ത് പറയണം. പിന്നെ ഒരു ഫാമിലി ആയിട്ട് കഴിയുന്നത് ഞങ്ങളാണ്. ഞാൻ കാരണം അതിൽ മാറ്റമൊന്നും വരാനും പാടില്ല. ഇപ്പം അവരുടെ സംഭവമില്ലാതെ ഞാൻ അവളെ കല്യാണം കഴിക്കത്തില്ല. ഹേയ് ബ്രദർ, ഇപ്പോൾ 9 മണി ആയതേ ഉള്ളൂ. അവിടെ ഫുൾ തിരക്കും ആൾക്കാരുമായിരിക്കും. ഒരു 12 മണി വരെയെങ്കിലും വെയിറ്റ് ചെയ്യും. നോക്കാമല്ലോ. അപ്പോഴത്തേക്ക് എല്ലാവരും കല്യാണത്തിൻ്റെ ക്ഷീണം കാണുമെന്ന് ഉറങ്ങുമായിരിക്കും. ഇപ്പം ചെന്നാലേ അവളെ കാണാൻ പോയിട്ട് ആ ബന്ധുക്കൾ കാരണം നിനക്കൊന്ന് അടുത്തോട്ടെത്താൻ പോലും പറ്റത്തില്ല. യെസ്, അത് ശരിയാണ്. എന്തായാലും ഇനി 2-3 hours ചുമ്മാ ഇരിക്കണം. അപ്പം നീ നിന്റെ സ്റ്റോറി പറ. വേഗം വേഗം പറഞ്ഞു. അതെ, വേഗം പറഞ്ഞു. ആരും അറിയാം നീ എങ്ങനെ ഇത് ഒപ്പിച്ചു? സ്കൂളിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. ഈ +1A എവിടാ എന്നറിയും? ആ ബ്ലോക്കാണ്. സ്റ്റെയർ കയറി 2ാമത്തെ ഫ്ലോറിലെ 3ാമത്തെ ക്ലാസ്. താങ്ക് യു. യെസ്, ഗെറ്റ് ഇറ്റ്. ഗായത്രി. ജിത്. എന്താ അപ്പുറത്തൊരു തിരക്ക്? പുതിയ താമസക്കാർ വന്നോ? ആടെയോ? പുതിയ താമസക്കാർ വന്ന്. പിന്നെ ഫസ്റ്റ് ഡേ ഉണ്ടാകുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലേ നീ ഒരു കാര്യം ചെയ്യും. ഞാൻ കുറച്ച് ഫുഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫ്രഷായിട്ട് അപ്പുറത്ത് പുതിയ വീട്ടുകാർ വന്നില്ലേ, അവർക്കൊണ്ട് കൊടുത്തരാം. അമ്മയ്ക്കങ്ങ് കൊടുത്താൽ പോരെ? അല്ലടാ, ഞാൻ ഓൾറെഡി പരിചയപ്പെട്ടു. നീ ചെന്നിട്ടൊന്ന് കമ്പനിയാവും. എന്നാൽ ശരി, ഞാൻ ഫ്രഷായിട്ട് വരാം. ജിതിൻ, പുതിയ താമസക്കാർ. ഹായ്, അമ്മ തരാൻ പറഞ്ഞ. മോൻ എവിടെ പഠിക്കുന്നത്? അമ്മ അവൻ എൻ്റെ സ്കൂളിൽ തന്നെ. ഞങ്ങൾ രാവിലെ പരിചയപ്പെട്ടായിരുന്നു. ആണോ? മോൻ +1 അല്ലേ? ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേന് ഒരുമിച്ച് പോകാമല്ലോ. ബൈ ദ വേ, അങ്ങനെയാണല്ലേ നിങ്ങൾ കമ്പനി ആണത്. പിന്നെ എപ്പോഴും പോയി വന്ന് അങ്ങനെ ഇഷ്ടമായിരിക്കും അല്ലേ? ശരിയാ, രണ്ടായിട്ട് നല്ലതായിട്ട് കമ്പനിയായി. ബട്ട് ഒരിക്കലും അത് ലവിലോട്ട് പോയിട്ടില്ല. പോയത് വേറെ സിറ്റുവേഷനിലാണ്.
അങ്ങനെ ആ പരിചയപ്പെടുന്നതിന് ശേഷം ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ തിക് ഫ്രണ്ട്സായി. കൂടാതെ വീട്ടുകാർ എൻ്റെ പപ്പയുടെ അതേ കമ്പനിയിലായിരുന്നു അവിടെ പപ്പയ്ക്കും ജോലി. സോ അങ്ങനെ മൊത്തത്തിൽ ഫാമിലിയായാലും ഞങ്ങളായാലും നല്ല കമ്പനിയായി, ബെസ്റ്റ് ഫാമിലിയായി മാറി. അങ്ങനെ ഒരു ദിവസം വീട്ടുകാരെല്ലാവരും കൂടെ ദൂരെ ഏതോ ഒരു അമ്പലത്തിലേക്ക് പോയി വൈകിട്ട്. ഞാൻ ഇവിടെ പോയി, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി റൂമിൽ കാണോ? പോയി നോക്കാം. ഇതെന്തേ കിടക്കുന്നത്? എന്തേ എണ്ണിക്ക് ബാ. ഇതെന്താ നിനക്ക് നല്ല പണിയുണ്ടല്ലോ? വയ്യേ? ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല. ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഇല്ല, വേണ്ട, കിടന്നാൽ മാറിക്കോളും. പേരൻസ് വരുന്നത് വരെ അവളന്ന് എൻ്റെ കൂടെ. അന്ന് എനിക്ക് തോന്നും ലൈഫ് ലോങ് അവൾ എൻ്റെ കൂടെ വേണം. ഒരിക്കലും എന്നെ സെപ്പറേറ്റ് ആവാത്ത ഇത് എൻ്റെ കൂടെ വേണം. അന്നാണ് എനിക്ക് അവളോട് ഫീലിങ്സ് തോന്നിയത്. പിന്നെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. ആ ഫ്രണ്ട് എന്നത് മാറി ലവ് ആയി മൊത്തം. പിന്നെ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ തൊട്ടാ മനസ്സിലായത് എനിക്ക് അവളോട് ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് അങ്ങനൊന്നും ഇല്ല. എന്നെ ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അവരുടെ അടുത്ത് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും, പിന്നെ ഫാമിലി എങ്ങനെ ഫേസ് ചെയ്യും, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തുറന്നു പറയാഞ്ഞത്. പക്ഷെ ഞാൻ സർപ്രൈസ് ആയത് എപ്പോഴാണെന്നറിയുമോ? അന്ന് അങ്കിൾ ഇതേപോലെ ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ട് ഒരു സർക്കിളെ കൊണ്ട് കാണിച്ചപ്പോൾ അവള് പറഞ്ഞു ആ കുഴപ്പമില്ല നോക്കിക്കോളാന്ന്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാ ചെറിയ കാര്യത്തിനും എന്നോട് അഭിപ്രായം ചോദിക്കുന്ന അവള് അന്ന് മാത്രം എന്നോടൊന്നും ചോദിച്ചില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഒരിക്കലും അങ്ങനെ പറയണമെന്ന് തോന്നിയിട്ടില്ല. ഇനി ഒരു ഫ്രണ്ടായിട്ട് കാണുന്നെങ്കിൽ വെറുതെ ഞാനായിട്ട് അത് ഉളവാക്കുമല്ലേ. ഇപ്പൊ നീ പറഞ്ഞത് കേട്ടിട്ട് ഒരിക്കലും അവർ നിന്നെ ഫ്രണ്ടായിട്ടാ കാണുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീ ഇന്നലെ പോയി പറയണം. ഇവൻ പറഞ്ഞത് ശരിയാ. ഇനിയിപ്പം നോയാണെങ്കിൽ പോലും നീ അത് പറഞ്ഞ് എന്നൊരു സമാധാനം നിനക്ക് കിട്ടും. സോ നീ പറയണം. ഞാൻ ചെന്ന് നോക്കട്ടെ. മിക്കവാറും എല്ലാവരും ഉറങ്ങി കാണുമായിരിക്കും. 11:11 ആടാ 11:11 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്ക്. എടാ മോനെ, നീ എവിടായിരുന്നു? എടാ നീ അല്ല ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എടുക്കേണ്ടത്. എടാ നീ ഇതുവരെ കല്യാണ വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞാൽ മോശമായിട്ടോ. അത് അങ്കിള് ഞാൻ ഒന്നും പറയണ്ട. അല്ല ഗായത്രി എന്തേ? അവളിത് ഇപ്പം അകത്തേക്ക് കയറിയതേ ഉള്ളൂ. നീ ഫ്രണ്ടിലൊന്നും പോയി തരണ്ട. നീ അവിടെ വായെന്നുള്ള ചീത്തെല്ലാം കേൾക്കേണ്ടി വരും. നാളെ ഇതൊന്നും പറ്റത്തില്ല. രാവിലെ ഇങ്ങ് എത്തിയേക്കണം കേട്ടല്ലോ. ഞാൻ വരാം. ജിത്തു മോനെ, നീ എവിടെ പോവാ? അത് ഗായത്രി. മോളിപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് കയറിയതേ ഉള്ളൂ. മോൻ എന്താ ചുമ്മാ വന്നേ? ഞാൻ ചുമ്മാ വന്നേ. പാമ്പോ? എൻ്റെ മുറിക്കകത്ത് എവിടുന്ന പാമ്പ്? ദൈവമേ, നാളെ കല്യാണം കഴിക്കാനുള്ള
ചോദിച്ചോ നീ ഇവിടെ നീ എന്തിവിടെ? തുറക്ക്. ആ തുറക്കാം. എന്താ ഇപ്പൊ വന്നത്? അത് ഞാൻ അല്ല നാളെ 3:30 കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. മുഹൂർത്തവും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ ചെറുക്കനെ വീട്ടിലോട്ട് പോകുമ്പോൾ വന്നാൽ മതിയായിരുന്നല്ലോ. എന്തേ ഞാൻ നേരത്തെ വന്നത്? അത് ഞാൻ എന്താ എല്ലാവരും നന്നായിരുന്നു. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാമല്ലേ? എനിക്കിഷ്ടമായി. ഇതെനിക്ക് അച്ഛൻ വാങ്ങിത്തന്ന യുവർ ഫാദർ. ചെറുക്കനെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് എടുത്തില്ലേ, അപ്പോൾ ഇടാൻ വേണ്ടി എനിക്ക് വാങ്ങിത്തന്ന. കൊള്ളാം, എനിക്കിഷ്ടമായി. അല്ല ഇതെന്ത് ഇപ്പം എടുത്തിട്ടേക്കുന്ന? ചുമ്മാ ഞാൻ ഇട്ട് നോക്കിയതാണ്. നീ കിടക്കുന്നില്ലേ? ഇത് ചോദിക്കാനായി രാത്രി ഇങ്ങോട്ട് വന്ന്? അല്ല കിടക്കണം. ഞാൻ പിന്നെ ഈ ഡ്രസ്സ് എടുത്ത് നോക്കിയിട്ട് കിടക്കാമെന്നായിരുന്നു. ആ അല്ല എൻ്റെ ഈ രാത്രി ഇങ്ങനെ വന്നത്? അത് തറയിൽ മൊത്തം ആൾക്കാരാണ്. തറയിൽ മൊത്തം ആൾക്കാരോ? ആ നിന്റെ കുഞ്ഞമ്മയും ചിത്തി ആൾക്കാരെല്ലാവരും ഇരിപ്പുണ്ട്. അവര് കണ്ടുകൊണ്ട് സ്റ്റെയർ കയറാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ വന്ന്. ഓ അങ്ങനെ. ശരി, എന്താണ് വന്നതിന്റെ ഉദ്ദേശം? അതൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് പറയണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. പറ. നീ എന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നീ അങ്ങനല്ല. അന്ന് എനിക്ക് വയ്യാതായപ്പോൾ നീ എന്നെ കെയർ ചെയ്തില്ലേ, അന്ന് തൊട്ട് എനിക്ക് തോന്നിയതാണ് എൻ്റെ ലൈഫ് ലോങ് മൊത്തം ആ കെയറിങ് എൻ്റെ കൂടെ വേണം. പക്ഷെ എനിക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമല്ലെങ്കിൽ പിന്നെ ഈ ഫാമിലി ആയിട്ടുള്ളത് പോവും, നീ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇത് പോവും. അതുകൊണ്ട് ഞാൻ പറയാനത് എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. ഇപ്പോഴാണ് നിനക്കിത് പറയാൻ തോന്നിയത്? ഈ 10 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് വീട്ടുകാരെ നിർത്തി പറഞ്ഞിട്ടുണ്ടോ? ഇനി വെറും 10-15 മണിക്കൂറും കൂടെ ഉള്ളൂ ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചു പോകാൻ. ഇപ്പോഴാണ് നിനക്കിത് പറയാൻ തോന്നിയത്? നീ ലേറ്റായി. ഇനി ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പറയാം, പക്ഷെ എനിക്കിനി ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒരാളെ നിന്റെ കൂടെ കാണാൻ പറ്റത്തില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കും. ഇത് നീ ആദ്യം ചിന്തിക്കണമായിരുന്നു. നീ എന്താന്ന് പറയാനുള്ളത്? എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ നീ പറയണമായിരുന്നു. അന്ന് പറയാത്ത ഇപ്പൊ വന്ന് പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ പോക്കോ. എടി പ്ലീസ്, ഞാൻ പറയുന്നത് ഞാൻ കാലിൽ പിടിക്കാൻ എനിക്കിതിന് ഇഷ്ടമാണ്. നീ ലേറ്റായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോ ജിത്തു, പോ ജിത്തു. സത്യമായിട്ട് എനിക്ക് ഇഷ്ടം. നീ എന്താ പറഞ്ഞ? ഞാൻ കെയർ ചെയ്തപ്പോഴാണ് നിനക്ക് എന്നോട് ഇഷ്ടമായെന്നല്ലേ? അപ്പം ഞാനോ? ഞാൻ കല്യാണം തൊട്ട് എനിക്ക് ഇഷ്ടമായതാ. പിന്നെ ഓരോ പ്രാവശ്യം നീ ഓരോന്ന് കാണിക്കുമ്പോഴും കളി വെക്കുമ്പോഴൊക്കെ എനിക്കിത് ഇഷ്ടമായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും നീ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നിനക്ക് പറയാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. തമാശക്ക് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാൽ പക്ഷെ നീ കേട്ടോ ഇല്ലല്ലോ. നീ തമാശയാണെന്ന് പറഞ്ഞില്ല. ഒരു പ്രാവശ്യം നിനക്ക് സീരിയസ് ആയിട്ട് എടുക്കാനും ഞാൻ എത്ര നാട് വെയിറ്റ് ചെയ്തു. നീ അതൊന്നും അറിഞ്ഞില്ല. ഇനി നീ അറിഞ്ഞ ടൈം ശരിയല്ല, ഇത് നടക്കത്തില്ല. ഞാൻ എന്നെ കല്യാണം, അതുകൊണ്ട് നീ ഇതെല്ലാം പറഞ്ഞു തരും പ്ലീസ്. നീ വന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നീ പോ. ശരി. നിനക്ക് ഇഷ്ടമായിരുന്നു? മതി, നിങ്ങളുടെ പോ. എനിക്ക് ഇഷ്ടമായിരുന്നു. പറ ഗായത്രി, പറ ഗായത്രി. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു. ഇത്ര നേരത്തെ ഞാൻ കാര്യം തുറന്ന് പറഞ്ഞു, എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല.
വരാം കല്യാണത്തിന്. ഇന്ന് മാറി നിന്നോളെ, നാളെ മാറി നിൽക്കരുത്. ഈ നാളെ കല്യാണത്തിന് വരണം. എൻ്റെ കൂടെ ചെയ്യാൻ നിർത്തുക. നീ പോ. ശരിയോ? ഗായത്രി, ഞാൻ പറയുന്നത് കേൾക്കും പ്ലീസ് ഗായത്രി. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. നീ ചെല്ല് ഗായത്രി, പ്ലീസ് ഗായത്രി. ഇല്ല, നീ ചെല്ലിപ്പോ. ഹലോ എടാ, എന്തായി? ഹലോ എടാ, അവക്കെന്നെ ഇഷ്ടമായിരുന്നാടാ. ഞാനാടാ മണ്ടൻ. ഞാനൊന്നും തിരിച്ചറിഞ്ഞില്ല. അവക്കെന്നെ ആദ്യം തൊട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ നാളെ അവിടെ കല്യാണമാടാ. എടാ, നീ വിഷമിക്കാതെ. നീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് അങ്കിളിനോട് പറഞ്ഞാലോ? ഇല്ല, വേണ്ട, അവര് വിഷമിക്കും. സാരമില്ല, ഞാൻ തന്നെ എത്തിച്ചല്ലേ. നീ വേറെ ഒന്നും കാണിക്കരുത്. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. നാളെ അവള് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. കല്യാണത്തിന് പോണം. നീ നാളെ വരണം രാവിലെ വീട്ടിലേക്ക്. നമുക്ക് ഒരുമിച്ചോ? ആ, ഞാൻ വരാടാ. ശരി. വാർമൃദംഗാദി വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ, അരിയമാൻ പേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ, മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമേയുമ്പോൾ, നീ വനവലാകയായി പാടുന്നു ഇതൊരമരക. എന്റെ മോർണിംഗ് വന്നേ. അത് അച്ഛന് സല്ലാപം അലനുറിയുമാഷാഢതീരം കല്യാണം മനസ്സിലായി. ഞാൻ അവിടെ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ ഭക്തജന പരിപാല പരിദർശന ജാല ഭുക്തി മുക്തി ദലീല ഭുദേവ പാല സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ എന്താ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓ, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത്. സാരമില്ല, വളരെ നേരത്തെയായിപ്പോയി. പിന്നെ കല്യാണത്തലേന്ന് പെണ്ണിൻ്റെ റൂമിൽ കയറി പറയുന്നത് വളരെ നല്ല സ്വഭാവമാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലാണ് ഇഷ്ടം. ഞങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ. നിങ്ങൾ പറയുന്നതായിരുന്നു ഞങ്ങളിത്. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഒരാൾ പറഞ്ഞു, അത് വേണം. ഇവിടെ ആദ്യമേ ഞങ്ങളടുത്ത് പറഞ്ഞു. അതായത് ഈ കല്യാണം ആലോചിക്കുന്നതിന് മുന്നേ, ഈ കല്യാണം എന്നല്ല, അവിടെ കല്യാണക്കാരൻ പറയുന്നതിന് മുന്നേ അവള് ആദ്യം വന്ന് പറഞ്ഞത് ഞങ്ങളടുത്താ. അങ്ങനെ നിന്റെ ഇഷ്ടം എന്താ അറിയത്തില്ലല്ലോ. ഞങ്ങൾക്കറിയാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നീയായിട്ട് ഇങ്ങോട്ട് പറയുന്ന കരുതി. അങ്ങനെ ഇല്ലാത്ത കല്യാണം ഉണ്ട് എന്ന രീതിക്ക് പലതും ഞങ്ങൾ കാണിച്ചു കൂട്ടി. പക്ഷെ എന്റെ മോൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അങ്ങനെ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് നിങ്ങളുടെ കല്യാണമായിട്ട് തന്നെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ച് എന്നിട്ടും മിണ്ടതേ ഇല്ല. കല്യാണത്തായിരുന്നു രാത്രി നിങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല.
അന്ന് നീ പറഞ്ഞു വളരെ നേരത്തായിപ്പോയി. എൻ്റെ മോള് കാണിച്ച ധൈര്യം നീ കാണിച്ചില്ലല്ലോ. അത് ഞാൻ എന്തിനാ അവനെ കുറ്റം പറയുന്നത്? അവനെന്ത് ചെയ്തേട്ടാ? നമ്മൾ ചിലപ്പോൾ അവനെ മനസ്സിലാക്കത്തില്ലെന്ന് കരുതി കാണും. അത് സോറി പറഞ്ഞോണ്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മോളെ മര്യാദക്ക് നീ നോക്കിക്കോ. സോറി എനിക്ക് വേണ്ട. നീ എന്താ ചെല്ലും രണ്ടുപേരും കൂടെ. ഗായത്രി പാല് വേണോ നിനക്ക്? വേണ്ട. ഓക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ഉറങ്ങുവാണോ? അല്ല, കണ്ണടച്ചോണ്ട് ദോശ ഇടുമോ? എന്ത് ശനിയാടി. വല്ലതും പറഞ്ഞോ? അതെ. ഫസ്റ്റ് നൈറ്റ് ആദ്യം നീ എന്നോട് സോറി പറ, എന്നിട്ട് ബാക്കി. ശരി, നീ ചെയ്തെല്ലാം കേട്ടോ, സോറി. പക്ഷെ നിനക്ക് എന്നോട് പറയാമെന്നല്ലോ നിനക്ക് ഇഷ്ടമുള്ള കാര്യം. ഞാൻ പല പ്രാവശ്യം എന്ത് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ ചുമ്മാ ടൈലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തമാശക്ക് പറയാനാണ്. അതാ നിന്റെ കുഴപ്പം. ഞാൻ താമസിക്കുന്നതല്ല പറഞ്ഞത്, സീരിയസ് ആയിട്ട്. അതെന്നെ എനിക്ക് മനസ്സിലാവാൻ തമാശക്കാണല്ലോ. ചിരിച്ചുകൊണ്ടാണെങ്കിൽ വന്ന് ഇങ്ങനെ അതിൻ്റെ എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും സീരിയസ് വേണ്ടേ ആ മുഖത്ത്? ഇനി ഞാൻ വരുമ്പോൾ സീരിയസ് ആയിട്ട് പറയാം. അതെ. എന്താ?